ചിറയിൻകീഴ് ശാർക്കര മീനഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി ശാർക്കര പറമ്പിൽ ഒരുക്കിയിരിക്കുന്ന കാർണിവൽ കാണാനെത്തുന്നവർ ശ്രദ്ധിക്കുക. കുട്ടികളും മുതിർന്നവരും കയറുന്ന റൈഡുകളും ആകാശത്തൊട്ടിലുകളും ഒട്ടും സുരക്ഷിതമല്ല. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടും ഇവയുടെ സുരക്ഷ പരിശോധിച്ചുറപ്പാക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇനിയും ഉണ്ടായിട്ടില്ല. ചിറയിൻകീഴ് താലൂക്കിലെ ഉത്സവങ്ങളുടെ ഉത്സവമായ ശ്രീ ശാർക്കര ദേവീ ക്ഷേത്രത്തിലേക്ക് മീനഭരണിക്ക് ഭക്തജന തിരക്ക് ഏറുകയാണ്. 65 ദിവസത്തെ കാർഷിക വ്യാപാര വിപണന മേള കൂടി സജീവമായതോടെ അഭൂതപൂർവമായ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ശാർക്കരയിൽ മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള അമ്യൂസ്മെന്റ് പാർക്ക്, കാർണിവൽ എന്നിവയ്ക്കെതിരെയാണ് പരാതി ഉയരുന്നത്. കാർണിവലിലെ യന്ത്ര ഊഞ്ഞാൽ, മരണക്കിണർ എന്നുവേണ്ട ഒട്ടുമിക്ക റൈഡുകളിലും യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല. യന്ത്ര ഊഞ്ഞാൽ റൈഡിൽ സീറ്റ് ബെൽറ്റോ ലോക്കോ ഒന്നും തന്നെയില്ല. ഇത് അപകടത്തിന് വഴിവെച്ചേക്കാമെന്ന് റൈഡിൽ കയറി മടങ്ങുന്നവർ തന്നെ പറയുന്നുണ്ട്. ഈ കാർണിവലിൽ നടക്കുന്ന ജെയിന്റ് വീല്, മരണക്കിണർ അടക്കമുള്ള യാതൊരുവിധ റൈഡുകളിലും യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡവും ഒന്നും തന്നെ പാലിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം എനിക്കറിയത്തക്ക എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾക്ക് അവിടെ നിന്ന് ചെറിയൊരു ഷോക്ക് ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വാക്കുതർക്കവും മറ്റുമൊക്കെ ഉണ്ടാവുകയുണ്ടായി. ഇതൊക്കെ വളരെ രമ്യമായി പരിഹരിച്ച് മറ്റുള്ളവരെ അറിയിക്കാതെ, ജനങ്ങളെ അറിയിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഭരണകൂട വർഗ്ഗങ്ങളുടെ എല്ലാ തരത്തിലുള്ള വീഴ്ചകളും ഇതിലുണ്ട്. ജില്ലാ ഭരണകൂടവും അതുപോലെ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ അവരൊന്നും ഇത് നോക്കാതെ 1 തൊട്ട് 10 വരെയുള്ള ഒരു വാണിജ്യ അല്ലെങ്കിൽ കാർണിവൽ ഫെസ്റ്റിവൽ ആണെന്നുള്ള ഇതിൽ അതിന് കണ്ണടച്ച് അവർ മൗന അനുവാദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, കുഞ്ഞു കുട്ടികൾ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ഒരു വെള്ളവുമായി ബന്ധപ്പെട്ട ജലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു റൈഡുണ്ട്. അതിലൊരു ബോട്ട് കൊണ്ട് പോകുന്ന ആ ജലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഈ ഒരു വരൾച്ച സമയത്ത്, ജലാശയങ്ങൾ വരെ വരണ്ട് കിടക്കുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും ജലത്തിൽ വളരെയധികം മാരകമായ വിഷാംശവും മാരകമായ രോഗാണുക്കളും ഉള്ളൊരു സമയമാണ്. ഈ ഒരു സമയത്ത് ഇത്രയധികം ജലം അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മുടെ കിണറുകളെല്ലാം വറ്റി വരണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. ആ അവസ്ഥയിൽ ഈ ജലത്തിൻ്റെ ശുദ്ധീകരണ സംവിധാനങ്ങളെക്കുറിച്ചോ അതിലുള്ള അണുക്കളോ മറ്റെന്തെങ്കിലും ഉണ്ടെന്നുള്ളതിനെക്കുറിച്ചോ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഹെൽത്തിൻ്റെ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ മുൻകരുതലെടുക്കുവാനോ സുരക്ഷാ മാനദണ്ഡം പാലിക്കാനോ അവർ തയ്യാറായിട്ടില്ല. 2016 പത്തനംതിട്ടയിൽ ചിറ്റാറിൽ യന്ത്ര ഊഞ്ഞാൽ അപകടത്തിൽ 2 പേർ മരണപ്പെട്ടിരുന്നു. ശാർക്കര പറമ്പിലെ മരണക്കിണർ പുറത്തുനിന്നും ഉറപ്പിച്ചിരിക്കുന്ന കനം കുറഞ്ഞ ഇരുമ്പ് തൂണുകൾ ബൈക്കും കാറും കടന്നു പോകുമ്പോൾ വീഴാവുന്ന അവസ്ഥയിലാണ്. കൂടാതെ ഇത് കാണാനെത്തുന്നവരും ആടി ഉലയുകയാണ്. കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളവും മലീമസമാണ്. 10 ദിവസത്തെ ഉത്സവം പ്രമാണിച്ചുള്ള കാർണിവൽ പരിശോധിക്കുവാനോ സേഫ്റ്റി സംവിധാനങ്ങൾ നിർദ്ദേശിക്കുവാനോ ബന്ധപ്പെട്ടവർ ഇനിയും തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പിനപ്പുറം റൈഡിൽ കയറുന്ന കുട്ടികളുടെയും മുതിർന്നവരുടെയും ജീവന് യാതൊരു ഉറപ്പും റൈഡ് സംഘടിപ്പിക്കുന്നവരും നൽകുന്നില്ല. ഭാരത് വിഷൻ, ചിറയിൻകീഴ്.